ഈ ഫുട്ബോൾ കളിക്കുന്നവർക്കും സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്കും ഏറ്റവും കോമൺ ആയി മുട്ടിൽ വരുന്ന ഇഞ്ചുറിയാണ് ACL ലിഗമെന്റിനുള്ള ഇഞ്ചുറി. പലരും നമ്മുടെ OPയിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ACL ലിഗമെന്റിന്റെ സർജറി ഇപ്പം ചെയ്യണോ അതോ പിന്നീട് ചെയ്താൽ മതിയോ, ഒരു വർഷം കഴിഞ്ഞ് ചെയ്താൽ മതിയോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ACL ലിഗമെന്റ് സർജറി ഒരിക്കലും ഒരു എമർജൻസി സർജറി അല്ല. അത് ഇന്ന് ഇഞ്ചുറി പറ്റിയാൽ നാളെ തന്നെ വന്ന് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ഒരു സർജറി അല്ലത്. നമുക്ക് സമയവും സൗകര്യമുള്ള സമയത്ത് നോക്കി ചെയ്താൽ മതി. എന്നിരുന്നാൽ തന്നെയും ഒരുപാട് സമയം വൈകിപ്പിക്കുന്നതിന് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. ഇത് നമ്മുടെ മുട്ടിന്റെ ഒരു മോഡലാണ്. മുട്ടിൽ നമ്മുടെ മെയിനായിട്ട് 4 ലിഗമെന്റാണ് വരിക. മുട്ടിന് വെളിയിലുള്ള ഒരു LCL, ഈ സൈഡിൽ ഒരു MCL, പിന്നെ മുട്ടിനുള്ളിൽ ഫ്രണ്ടിൽ ACL, പുറകിൽ വരുന്നൊരു PCL. ഇതിൽ ഫുട്ബോൾ കളിക്കുമ്പോഴും നമ്മുടെ സ്പോർട്സ് ഇവന്റ്സിലും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ഡാമേജ് ആകുന്നത് ACL എന്ന് പറഞ്ഞ ലിഗമെന്റാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്ന ലിഗമെന്റ്. ഇത് മുട്ടിന്റെ മുമ്പോട്ടുള്ള മൂവ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ലിഗമെന്റ് പോയി കഴിയുമ്പോൾ നമ്മൾ ഓടുകയോ ചാടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുട്ടിന് ഈ ഒരു രീതിയിൽ വല്ലാത്തൊരു ഇളക്കം സംഭവിക്കുകയും അത് നമ്മൾ സർജറി ചെയ്ത് ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ അത് മുട്ടിനുള്ളിലെ ബാക്കി സ്ട്രക്ചേഴ്സ്, അതായത് വാഷർ എന്ന് പറയുന്നത് നമ്മുടെ മെനിസ്കസ് ഉണ്ട് 2 സൈഡിൽ, അല്ലെങ്കിൽ എല്ലിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള കവറിങ് ഉണ്ട്, കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ട്, ഇതിനൊക്കെ ഈ ഇളക്കം കാരണം ഡാമേജ് സംഭവിക്കുകയും അത് വളരെ പെട്ടെന്ന് തന്നെ ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് മുട്ടിനെ എത്തിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 10 കൊല്ലം മുന്നേ ഇഞ്ചുറി ആയതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 34 വയസ്സാണ്. അപ്പോൾ 10 കൊല്ലം മുന്നേ ഇഞ്ചുറി ആയതാണ്. അന്ന് അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പല സാഹചര്യങ്ങളും കൊണ്ട് അന്ന് അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം ആ കാല് വെച്ച് തന്നെ സർജറി ചെയ്യാതെ ആ ലിഗമെന്റ് ഇല്ലാത്ത കാല് വെച്ച് പുള്ളി കളിക്കുന്നുണ്ടായിരുന്നു, ഫുട്ബോൾ ഓടുന്നുണ്ടായിരുന്നു, ചാടുന്നുണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം എൻ്റെ OPയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് മുട്ടിന് വളരെയധികം വേദനയും ഇടയ്ക്കിടയ്ക്ക് മുട്ട് ലോക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മുട്ടിനൊരു നല്ല വളവും ഉണ്ടായിരുന്നു. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ 34 വയസ്സുകാരൻ്റെ എക്സ്റേ കണ്ടാൽ ഒരു 60 വയസ്സുകാരൻ്റെ എക്സ്റേ പോലെ ഉണ്ടായിരുന്നു. മുട്ടിനുള്ളിൽ തേയ്മാനത്തിന് തോത് വളരെ അധികമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ACL കീ ഹോൾ സർജറി കൂടി നമുക്കത് പരിഹരിക്കാൻ സാധിക്കില്ല. പിന്നെ നമുക്കതിൻ്റെ കുറച്ച് കൂടിയ സർജറികളിലേക്ക്, അതായത് മുട്ടിൻ്റെ വളവ് നിർത്തുന്ന സർജറി അല്ലെങ്കിൽ മുട്ടിൻ്റെ തേയ്മാനത്തിനുള്ള സർജറി എന്ന് പറയുന്നത് വേറെ ഒരു വിഭാഗം സർജറിയാണ്. അതിലേക്ക് മാറേണ്ടി വരും. മുട്ട് മാറ്റിവെക്കൽ പോലുള്ള സർജറികളായിരിക്കും പിന്നെ ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി ഒരു ACL സർജറി ചെയ്തിട്ട് ഒരു 9 മാസം അല്ലെങ്കിൽ 10 മാസം കഴിയുമ്പോൾ തിരിച്ച് ഫുട്ബോൾ കളിക്കാൻ പോകാൻ പറ്റുമായിരുന്ന ഒരു അവസ്ഥയാണ് 10 കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് അത് ഒരു വളരെയധികം മോശം സ്ഥിതിയിലേക്ക് മാറിപ്പോയത്. അപ്പോൾ അങ്ങനൊരു സ്ഥിതി അവോയ്ഡ് ചെയ്യാനും തിരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമിലേക്ക് പോകാനും എത്രയും പെട്ടെന്ന് തന്നെ ACL ലിഗമെന്റ് സർജറി ചെയ്ത് മുട്ടിൻ്റെ സ്റ്റെബിലിറ്റി റീഗെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം.